ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പുതിയ കട ഇന്ദിര സ്റ്റോർ, അവിടെ കൗണ്ടറിൽ ക്യാഷൊക്കെ വാങ്ങാനിരിക്കുന്ന നമ്മുടെ സുകന്യാണല്ലോ. അപ്പോൾ അവിടെ പലരും വരുമ്പോൾ ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾ ആ കടയായിട്ട് പിണക്കത്തിലാണോ, എന്താ പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സുകന്യ അതിന് മറുപടി കൊടുക്കുന്നുണ്ട്, അതെ അങ്ങനെ പിണക്കത്തിലൊന്നുമല്ല, ബാലേട്ടനെ കൂടെ ആഗ്രഹമായിരുന്നു ധർമ്മേട്ടൻ ഇങ്ങനൊരു കട തുടങ്ങണമെന്ന്, അതും തൊട്ടടുത്ത് തന്നെ വേണമെന്നാണ് ആഗ്രഹം. അങ്ങനെയാണ് ഞങ്ങളിത് തുടങ്ങിയതേ. അതുമാത്രമല്ല, അവിടെ വരുന്ന ആൾക്കാരെയൊക്കെ ബാലേട്ടൻ തന്നെയാണ് ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നത്. ഓ അത് ശരിയല്ലേ. അപ്പോഴാണ് ധർമ്മം കേട്ടോടുന്ന ദേഷ്യം വരുക. അപ്പോൾ ധർമ്മം തിരിച്ചു നിന്ന് പറയാണ്, ഓരോരുത്തരുടെ സംസാരം കേട്ടില്ലേ, നാട്ടുകാരുടെ ബാലൻ അളിയനുമായിട്ട് വാശി കാണിച്ചതാണെന്ന്. അതെ, സുകന്യ ഓടി വന്നിട്ട് പറയാം, അതെ ആൾക്കാരങ്ങനെ പലതും ചോദിക്കും, അതിനിപ്പോൾ എന്താ കുഴപ്പം ധർമ്മേട്ടാ? പിന്നെ അത് ധർമ്മേട്ടൻ ഒന്ന് മര്യാദയ്ക്ക് ഒരുക്കാൻ നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയതല്ലേ. എന്നിട്ടും അവിടുന്ന് ആട്ടി ഇറക്കും പോലെയല്ലേ വീണ്ടും അവരെല്ലാവരും ധർമ്മേട്ടനോട് കാണിച്ചത്. ഗോമതി ചേച്ചിയും ധർമ്മേട്ടനും ഒരേ വയറ്റിൽ നിന്ന് വന്നതല്ലേ. കൂടപ്പറപ്പിനോട് സ്നേഹിക്കേണ്ട ആ ഒരു സ്നേഹം ചേച്ചി കാണിച്ചോ? ഇല്ലല്ലോ. ഇനി കട്ടയ്ക്ക് തന്നെ തിരിച്ച് കാണിക്കണം, അങ്ങനെയാണ് വേണ്ടത്. അപ്പോഴാണ് ആര്യം പതിയെ കയറി വരുന്നുണ്ട് കേട്ടോ. മാമാന്ന് വിളിച്ചിട്ടാണ് വരുന്നത്. ആഹാ, ഇതാര്? ആര്യനോ? പെട്ടെന്ന് ആര്യനെ കാണുമ്പോഴത്തേക്കും സുകന്യ പറയാണ്, അതെ ദേ മെയിൻ ആൾ എത്തിയിട്ടുണ്ട്, ചോദിക്കാൻ വേണ്ടി വരുവാണ്. ആഹാ സുകന്യേച്ചി, എങ്ങനെയുണ്ട് എൻ്റെ പൊന്നാര്യ? ഞങ്ങളൊന്ന് ജീവിച്ചു പോട്ടെ. ഉദ്ഘാടന ദിവസം നിൻ്റെ വീട്ടുകാരെ ആട്ടി പായച്ചിൻ്റെ ദുഃഖത്തിലാണ് ഇപ്പം ധർമ്മമായിട്ട് നിൽക്കുന്നത്. ഇനി നിൻ്റെ വക കൂടി ഞാൻ കേൾക്കാൻ വയ്യ. അപ്പോഴാണ് ആര്യം പറഞ്ഞിട്ട്, അച്ഛൻ ചൂടായ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. അപ്പോൾ ധർമ്മം പറയാണ്, അറിഞ്ഞല്ലോ, എന്നാൽ പിന്നെ നീ പൊക്കോ. അതെന്ത് മര്യാദയാണ് മാമ? ഞാൻ മാമനെ കണ്ട് വഴക്കൂടാനൊന്നും വന്നതല്ല, അച്ഛനെ ന്യായീകരിക്കാനോ അച്ഛൻ്റെ വശം പറയാനോ അല്ല ഞാൻ വന്നത്. എൻ്റെ ധർമ്മമാമൻ്റെ കടയുടെ ഉദ്ഘാടനം കാണാൻ വേണ്ടി ഞാൻ വന്നതാ. നോക്കട്ടെ. അങ്ങനെ എല്ലായിടത്തും ഒന്നും ചുറ്റി നോക്കുന്നുണ്ട്. ഗംഭീരമായിട്ടുണ്ട് മാമൻ. ഈ കട ഒരുപാട് നേട്ടങ്ങൾ കൊണ്ട് തരും, നോക്കിക്കോ, നല്ലതായിട്ട് വരും എന്നൊക്കെ ഇങ്ങനെ ആര്യൻ മാമൻ്റെ അടുത്തേക്ക് പറയാട്ടോ. എന്നിട്ട് പറയാണ്ട്, എനിക്ക് എന്തെങ്കിലും ഇവിടുന്ന് തരണം. എന്താ വേണ്ടത്? ബിസ്ക്കറ്റ് തരട്ടെ? അതെ, നമ്മൾ ടെറസിലൊക്കെ വെച്ച് കഴിക്കാറില്ലേ ബിസ്ക്കറ്റ്, ആ ബിസ്ക്കറ്റ് മതി. എടാ ഞാൻ ഇപ്പോൾ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞു ധർമ്മൻ ഭയങ്കര സന്തോഷത്തോടുകൂടി ഓടി പോവാണ് കേട്ടോ ബിസ്ക്കറ്റൊക്കെ എടുക്കാനായിട്ട്. അപ്പം ഉടനെ സുകന്യ ഓടിച്ചെന്ന് പറയാ, അയ്യോ ഉള്ളതെല്ലാം കൂടെ വാരി കൊടുക്കുവാണോ നിങ്ങൾ? ഒരെണ്ണം എടുത്ത് കൊടുത്താൽ മാത്രം മതി. അങ്ങനെ ഒരെണ്ണം എടുത്തുകൊണ്ട് വരുക കേട്ടോ. എന്നിട്ട് ആര്യൻ്റെ കയ്യിലേക്ക് അത് നീട്ടാണ്. അപ്പോൾ ആര്യൻ പെട്ടെന്ന് പേഴ്സ് എടുത്ത് പൈസ കൊടുക്കാൻ കേട്ടോ. അയ്യോ പൈസ ഒന്നും വേണ്ട. എടാ എന്താടാ ഇത്? വേണ്ട കാശൊന്നും വേണ്ട, നീ വെച്ചോ, ഇതെൻ്റെ സന്തോഷത്തിനാണ്. പ്ലീസ് മാമ, ഇത് എൻ്റെ സന്തോഷത്തിനാണ്. മാമൻ ഇത് വാങ്ങിച്ചേ പറ്റത്തുള്ളൂ. മാമ സ്വന്തമായിട്ട് നടത്തുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒരു സാധനം വില കൊടുത്ത് വാങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ എന്തുമാത്രം നിറവുണ്ടെന്നറിയോ? ഇത് വാങ്ങിക്കേ പ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ട് ആര്യൻ ആ പൈസ അങ്ങോട്ട് നീട്ടാട്ടോ. മാമൻ ഇത് വാങ്ങിയില്ലെങ്കിൽ എനിക്ക് നല്ല വിഷമാവും. അപ്പോൾ ഓടി സുകന്യ വന്ന് പറയാട്ടോ, അതെ അവൻ്റെ വിഷമം മനസ്സെന്തിനാ വെറുതെ വിഷമം, ഇങ്ങി തടാ, ഞാൻ വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് ആര്യൻ്റെ കയ്യിൽ നിന്ന് പൈസയും വാങ്ങിച്ചുകൊണ്ട് പോവാണ് കേട്ടോ. അന്നേരം ധർമ്മൻ, ആര്യ എടാ സത്യമായിട്ട് ഇതൊന്നും എൻ്റെ അറിവോടുകൂടെ അല്ലടാ തുടങ്ങിയത്, മാമൻ എന്നോട് പറയേണ്ട ആവശ്യമില്ല. എനിക്കറിയാം മാമൻ എത്ര പാവമാണെന്നുള്ള കാര്യം. അപ്പോൾ തന്നെ മനസ്സിന്ന് ഭയങ്കര സങ്കടത്തിലിരിക്കുമായിരുന്നല്ലോ നമ്മൾ ധർമ്മൻ. സത്യം ആരോടും തുറന്ന് പറയാൻ പറ്റാണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ആര്യനെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കുകയാണ്. ഒപ്പം തന്നെ ഓടി വരുവാണ് കേട്ടോ നമ്മൾ അലോക്. ഗോമതി സ്റ്റോറിലെ ആളിന് എന്താടാ ഇവിടെ കാര്യമൊന്നും ചോദിച്ചും കൊണ്ട്. അപ്പം ഭയങ്കരമായിട്ട് നമ്മുടെ ധർമ്മൻ അങ്ങോട്ട് ദേഷ്യം വരാണ് കേട്ടോ. അലോകിൻ്റെ ഈ ചോദ്യം തീരെ പിടിച്ചിട്ടില്ല. കൊച്ചിച്ച, ഇവനെ ഈ ഏരിയയിൽ കയറ്റി പോകരുത്, ഇത് കൃഷ്ണമംഗലംകാരുടെ കടയാണ്. അലോകെ, ആര്യനെ എന്നെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്, നീ ആവശ്യമില്ലാതെ ഒന്നും സംസാരിച്ച് പോകരുത്. അനുശ്രീയോട് ഇനിയും സംസാരിച്ചാൽ ഇവൻ എന്നെ കൊല്ലുമെന്നാണ് പറഞ്ഞത്. എന്നാൽ വാടാ കൊല്ലടാ എന്നെ എന്നും പറഞ്ഞുകൊണ്ട് നേരെ പോയി നിൽക്കുകയാണ്. അപ്പം നമ്മുടെ സുകന്യ എന്താ ചെയ്യുന്നറിയാമോ? ഇവർ തമ്മിൽ ഇങ്ങനെ നിൽക്കുന്നില്ല, ഓടിപ്പോയി ഫോൺ എടുത്തോണ്ട് ക്യാമറ പിടിക്കുകയാണ്. ഇവർ കാണുന്നില്ല. അപ്പോൾ ധർമ്മന് ദേഷ്യം വന്നു. ധർമ്മം പറയാനുണ്ട്, അലോകെ, ആര്യനോട് നീ എന്തെങ്കിലും സംസാരിക്കാനോ പിടിക്കാനോ ഉണ്ടല്ലോ, നീ എന്നെ തല്ലുന്നത് പോലെയാണ്. എന്നിട്ട് അയ്യോ അലോകിൻ്റെ അങ്ങോട്ട് ദേഷ്യം. അലോക് ആര്യനോട് ചാടിക്കൊണ്ട് പറയല, എടാ നിനക്കെന്നെ തല്ലണം അല്ലടാ, എന്നാ പിന്നെ തല്ലടാന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം ആര്യനെ തന്നെ ഒരൊറ്റ ഇടി അങ്ങോട്ട് വെച്ചു കൊടുക്കാനുണ്ട്. എടാ നിന്നോടല്ലടാ പറഞ്ഞ അവന് തല്ലരുതെന്നും പറഞ്ഞുകൊണ്ട് ആരോഗ്യനെ പിടിച്ച് ഒറ്റ തള്ള് നമ്മുടെ ധർമ്മം കൊടുക്കുക. എന്നിട്ട് ആര്യനെ പോയി പിടിച്ചെഴുന്നേൽപ്പിക്കുക കേട്ടോ. സുകന്യ ഇതെല്ലാം വീഡിയോ പകർത്തി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ചെയ്യും, നീ ചെല്ലാനാ പറഞ്ഞത്. അപ്പോൾ ഇവർ പരസ്പരം ഒന്നും കൂടെ കണ്ണും കോർക്കാണ്. എടാ അലോകെ, ഞാൻ തിരിച്ച് തല്ലാത്തതേ പേടിച്ചതോ കൈക്ക് എല്ലില്ലാത്തതോ അല്ല, പക്ഷേ എൻ്റെ മാമൻ്റെ കടയായിപ്പോയി, ഉദ്ഘാടന ദിവസമായിപ്പോയി. ഇല്ലെങ്കിൽ നീ അറിയുമായിരുന്നു എൻ്റെ സ്വഭാവം എന്താന്ന് എന്നിങ്ങനെ ആര്യ നമ്മുടെ അലോകിൻ്റെ മൂത്തേക്ക് വെല്ലു വിളിക്കുകയാണ് കേട്ടോ.
അങ്ങനെ ധർമ്മനാണെങ്കിൽ ധർമ്മൻ്റെ അടുത്തേക്ക് ആര്യം ചെന്നിട്ട് സോറിയൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് കേട്ടോ. ധർമ്മൻ ഉടനെ അലോകിനോട് ചോദിക്കുന്നുണ്ട്, എന്താടാ നീ കാണിച്ചത്? കൊച്ചച്ഛൻ എന്നോട് ക്ഷമിക്കണം, അവനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര കലിയ, എൻ്റെ കൈ കൊണ്ടായിരിക്കും അവൻ്റെ അവസാനം. എടാ എന്തൊക്കെയാടാ നീ പറയുന്നത് എന്ന് പറയാട്ടോ. പക്ഷേ അലോകാണെങ്കിലേ ദേഷ്യം പിടിച്ച് അവരെ തനി സ്വഭാവം പുറത്തെടുത്ത് അവൻ ഇറങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ധർമ്മനാണെങ്കിൽ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലായിപ്പോയി. ആരുടെ സൈഡിൽ നിൽക്കണം, എന്ത് പറയണം ഒന്നും അറിഞ്ഞൂടാ. അന്നേരം നമ്മുടെ മിത്ര വീട്ടിലിരിക്കുന്ന സമയത്ത് മിത്രയ്ക്ക് ഒരു മെസ്സേജ് വരാണ് കേട്ടോ. അപ്പം സുകന്യാണ് അയച്ചെന്ന് മനസ്സിലാവണം. നോക്കുമ്പോൾ സുകന്യ എടുത്തില്ലല്ലോ ആ വീഡിയോ, നേരെ മിത്രയ്ക്ക് അങ്ങോട്ട് അയച്ചു കൊടുക്കാട്ടോ. അടി ഉണ്ടാക്കാനുള്ള എല്ലാ പരിപാടിയും ആ സുകന്യ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കണ്ടും കൊണ്ട് നമ്മുടെ മിത്ര ടെൻഷൻ അടിച്ചു പോയി കേട്ടോ. ആര്യനെ അലോക് തല്ലുന്നോ, എന്താ ഇത്, ഞാനൊന്ന് ഫോണിൽ വിളിക്കട്ടെ. അങ്ങനെ സുകന്യയെ വിളിക്കാൻ കേട്ടോ. ആ സുകന്യച്ചി, മിത്രയാ. പറഞ്ഞോ. അല്ല, എൻ്റെ ഫോണിലേക്ക് ചേച്ചി ഒരു വീഡിയോ അയച്ചിരുന്നില്ലേ, അലോക് ആര്യനെ തല്ലിയിടുന്നതൊക്കെ, എന്താ അത്? അതെ, ഭർത്താവിന് ചില കാര്യങ്ങളൊക്കെ നീ ഉപദേശിച്ചു കൊടുക്കണം. ഐശ്വര്യമായിട്ട് കട തുടങ്ങിയ ദിവസമാണ്, അതിൽ അസൂയയും കണ്ണുകടിയൊക്കെ അവനുണ്ടാവും എന്നും പറഞ്ഞുകൊണ്ട് സമയവും സന്ദർഭവും ഒക്കെ നോക്കാതെ വാശി കാണിക്കാൻ വന്നാലേ ഇതുപോലെയെല്ലാം ചിലപ്പോൾ കിട്ടിയെന്നിരിക്കും. അലോകിൻ്റെ കയ്യിലാണ് വന്ന് വീണത്, ചവിട്ടിക്കൂട്ടി റൊട്ടിയാക്കിയിട്ടുണ്ട്. ഏതായാലും മട്ടൺ സൂപ്പോ ചിക്കൻ സൂപ്പോ ഒക്കെ ഇട്ട് കൊടുക്ക്, ഇടി നെഞ്ചിലാണ് കൊണ്ടത്. പിന്നെ കടയുടെ കാര്യം പറയാൻ വന്നപ്പോൾ ധർമ്മേടനെ അവിടെ ആട്ടി ഇറക്കിയില്ലേ, അതിൻ്റെ വാശിയും കൂടെ ഉണ്ട്. ഒന്ന് തിരിച്ചടിക്കാനുള്ള ധൈര്യം നിൻ്റെ താലി കെട്ടി അവന് ഇല്ലായിരുന്നു. ഞാനേ ഈ വീഡിയോ അയച്ചത് ഒരു മുന്നറിയിപ്പായിട്ടാണ്. ദേവമംഗലത്തെ ആരായാലും ഗുണത്തിനായാലും ദോഷത്തിനായാലും ഈ കടയിലേക്ക് വന്നു പോകരുത്, വന്നാൽ വന്നതുപോലെ തിരിച്ചു പോകില്ല എന്ന് സുകന്യ ഇത്രയും പറഞ്ഞങ്ങ് ഫോണും വെക്കാട്ടോ. അപ്പോൾ മിത്ര അതോടുകൂടി ആകെ ടെൻഷൻ പിടിച്ചു. ദൈവമേ, ഈ ആര്യൻ എന്തിനാണ് ഇപ്പം അങ്ങോട്ട് കയറി ചെന്നത്? വെറുതെ അടി വാങ്ങി പിടിച്ചല്ലോ, ആര്യം വന്ന് എനിക്ക് ചോദിച്ചിട്ടേ അടങ്ങോളൂ എന്ന് പറഞ്ഞുകൊണ്ട് മുറ്റത്തേക്ക് വന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് കേട്ടോ. ആ നേരത്ത് കുറച്ച് കഴിയണം അലോക് വന്നിട്ടുണ്ട് കൃഷ്ണമംഗലത്തേക്ക്. നമ്മുടെ മിത്രയല്ലേ, വിട്ട് കൊടുക്കോ, അങ്ങോട്ട് ഓടി ചെല്ലാണ്. ഡാ എന്നും പറഞ്ഞു ഒരു വിളി. എന്നിട്ട് ആ ഷർട്ടിലേക്ക് കുത്തിപ്പിടിച്ചിട്ട്, നീ എന്ത് ചെയ്താലും ആരും ഇല്ലെന്നാണോ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? എൻ്റെ ആരിനെ തല്ലാൻ വേണ്ടി മാത്രം നീ വളർന്നോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചോദിക്കുകയാണ്. നിന്നെ ഞാൻ സ്നേഹിച്ചത് അല്ലേടാ, നീ നന്നായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിച്ചത്. എടാ നിനക്ക് നാണം ഇല്ലേടി അവനെ സപ്പോർട്ട് ചെയ്യാൻ? എൻ്റെ ഭർത്താവിനെ ഞാനല്ലാതെ വേറെ ആരാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്? വിടാൻ എൻ്റെ ഷർട്ടിൽ നിന്ന് വിട്. മിത്രയും എൻ്റെ ഷർട്ടിൻ്റെ കൊണ്ടൊന്ന് കൈ എടുക്കണം. പറയടാ. പറയാനാ പറഞ്ഞത്, നീ എന്തിനാ തല്ലിയെന്ന്. അപ്പോഴാണ് നമ്മുടെ ഗോമതി കണ്ടുകൊണ്ട് ഓടി വരുവാണ് കേട്ടോ. മിത്രേ എന്താ ഇത്? അപ്പച്ചി മിണ്ടാതിരിക്കെ, എൻ്റെ ആരിനെ തല്ലാൻ വേണ്ടി മാത്രം നീ വളർന്നോടാ എന്നും പറഞ്ഞുകൊണ്ട് ഷർട്ടിൽ ഇറുക്കി പിടിച്ച് വെച്ചിരുന്നു. നീ എന്തിനാ തല്ലിയെന്ന് പറയാൻ. അടുത്ത അപ്പുറത്ത് രാജശ്രീ കാണുന്നു. രാജശ്രീ അമ്മയെന്ന് വിളിക്കുന്നു. അമ്മ ഓടി വരുന്നു. നീ പറയടാന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഷർട്ടിൻ്റെ കോളറിൽ നിന്ന് നമ്മുടെ മിത്ര വിടുന്നു പോലും ഇല്ല കേട്ടോ. പിടിച്ച് അമക്കി വെച്ചിട്ടുണ്ട്. ചെറിയമ്മ ഓടി വരാനായിട്ട് നമ്മുടെ ചെറിയമ്മ രാജശ്രീ വന്ന് പറഞ്ഞു, എടി നീ എന്തിനാ അവനെ ഇങ്ങനെ പിടിച്ച് വലിക്കുന്നത്? നിൻ്റെ സഹോദരനല്ലേ അവൻ? ചെറിയമ്മ ഒറ്റ ഒരാളാണ് ഇവനെ ഇങ്ങനെ വളർത്തി വഷളാക്കി വച്ചിരിക്കുന്നത്. ഇന്ന് കടയുടെ ഉദ്ഘാടനമായിട്ട് ആര്യൻ കൊച്ചിൻ്റെ കടയിൽ പോയിരുന്നു. അവിടെ വെച്ച് ഇവനും ആരും തമ്മിൽ പ്രശ്നമുണ്ടായി. ഇവൻ എൻ്റെ ആര്യനെ തല്ലിയോ? അപ്പോഴാണല്ലോ ഇവരൊക്കെ സത്യം പറയണത്. ഗോമതിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നിട്ടോ. എടാ നീ എൻ്റെ മോനെ തല്ലിയോ? പറയടാ, നീ എന്തിനാടാ ആര്യനെ തല്ലിയത് എന്ന് മിത്ര. ഞാൻ അവനെ തല്ലിയത് നീ കണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ദേ വരണുണ്ട് അടുത്ത് നമ്മുടെ ആര്യൻ ബൈക്കിലും. അപ്പോൾ പിന്നെ തീർന്നല്ലോ, എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഓടി മിത്ര വന്നിട്ട് പറയാം, ഇവൻ്റെ കയ്യിൽ നിന്ന് തല്ലും വാങ്ങിയിട്ട് വരാൻ ആര്യൻ എന്താ നാണമില്ലേ എന്ന് ചോദിക്കണം. നീ എൻ്റെ മോൻ്റെ മേലിൽ കൈ വെച്ചോടാ എന്ന് വീണ്ടും ഗോമതി ചോദിക്കാണ് കേട്ടോ. എടാലോകെ, നീ നന്നായിന്ന് വിചാരിച്ചത് എൻ്റെ തെറ്റ് എന്ന് ആര്യനല്ല നമ്മുടെ മിത്ര. അപ്പം ഇന്ന് രാമ ചോദിക്കുന്നുണ്ട്, ആലോകെ നീ ആര്യനെ തല്ലിയോ എന്നാണ് ഞാൻ ചോദിച്ചത്. ആരും ഞാൻ അന്തം വിട്ടു പോയി കേട്ടോ. കാരണം ഇതൊക്കെ ഇവരെങ്ങനെ കൃത്യമായിട്ട് അറിഞ്ഞു, അതുകൊണ്ടാണ് ഇവർ രണ്ടുപേരും അന്തം വിട്ട് നിൽക്കുന്നത്. അപ്പോഴാണ് അടുത്ത് നമ്മുടെ അലോക് പറയാനുണ്ട്, ഇവൻ കൊച്ചിൻ്റെ കടയിൽ വന്ന് ആവശ്യമില്ല പ്രശ്നം ഉണ്ടാക്കി, അതുകൊണ്ടാണ് ഞാൻ. അതുകൊണ്ട് നീ എന്താ പറഞ്ഞു വരുന്നത് എന്നും പറഞ്ഞുകൊണ്ട് മിത്ര. ആര്യൻ കൊച്ചിൻ്റെ കടയിൽ വന്ന് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ആര്യൻ ആ കടയിൽ വന്നിട്ടുണ്ടാവും, അത് കൊച്ചിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നീ പറയുന്നത് പോലെ അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ആര്യന് ഒരിക്കലും അവിടെ വന്നിട്ടില്ല. നീ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ഇടപെടുന്നത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോമതി. എൻ്റെ മകൻ അവന് ഇഷ്ടമുള്ളിടത്ത് പോകും, അത് ചോദിക്കാൻ നീ ആരാടാ? അപ്പോൾ അലോക് പറയുന്നുണ്ട്, ഇനി ഞങ്ങളുടെ കടയിലേക്ക് വന്നാൽ ഞാൻ ഇനിയും ചെയ്യും. ഇനിയും തല്ലും. നീ അവനെ തല്ലു എങ്കിൽ എനിക്കൊന്ന് കാണണമല്ലോ, തല്ലടാ, എനിക്കൊന്ന് കണ്ടേ പറ്റുള്ളൂ. ഗോമതി അങ്ങോട്ട് വിളിച്ച് മുന്നിൽ നിൽപ്പുണ്ട് കേട്ടോ. ആര്യനാണെങ്കിൽ ഇതൊക്കെ കണ്ടുകൊണ്ട് മാറി നിൽക്കുകയാണ്. പിന്നെ ആലോകെ, നിന്നെ തല്ലിക്കൊല്ലേണ്ട പണിയാണ് നീ ഞങ്ങളുടെ കുടുംബത്തോട് ചെയ്തത്. എന്നിട്ടും ഞങ്ങളെല്ലാവരും ക്ഷമിച്ചു, നിനക്ക് മാപ്പ് തന്നു. നിന്നെ വെറുതെ വിട്ടവനാ ഞങ്ങൾ. ഇനി ഞങ്ങളെ ചൊറിയാൻ വന്നാൽ നിൻ്റെ കാര്യം ഞങ്ങൾ തീരുമാനിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഗോമതി. എൻ്റെ ആനിക്കുട്ടി ഒറ്റ ഒരുത്തം കാരണം നീ ഇന്ന് നിൻ്റെ വീട്ടിൽ ചോറ് തിന്നുന്നത്, അല്ലെങ്കിലേ ജയിലിൽ ചപ്പാത്തി തിന്നേണ്ടി വന്നേനെ എന്ന് പറയാം. അപ്പോൾ അവൻ തല കുണിച്ച് നിൽക്കുകയാണ് നമ്മുടെ അലോക് കേട്ടോ. മിത്ര വീണ്ടും ആര്യനോട് പറയാം, ആര്യ ഇങ്ങോട്ട് ഇറങ്ങാനാ പറഞ്ഞത്. എന്താ മിത്ര ഇവിടെ അങ്ങോട്ട്? അതെ ഇവിടെ നിൽക്കും, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇപ്പം ആര്യനെ തല്ലടാ. തല്ലാനാ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് മിത്രേ നീ മിണ്ടാതിരിക്കുക, ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊന്നും വേണ്ട.
ആലോകേ ഇപ്പം തല്ലടാ ദേ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ രാജശ്രീ വന്ന് പറയട്ടെ, ധർമ്മനും നിങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല എന്നാൽ നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്, പിന്നെ എന്തിനാ ഇവൻ അവിടെ വന്നത്, ഇവൻ എന്തിനാ കടയിലേക്ക് ചെന്നത് ധർമ്മനെ കാണാനായിട്ടെന്നും പറഞ്ഞുകൊണ്ട് രാജശ്രീ ഇവനെ ആ ഉദ്ഘാടനത്തിന് ആരും വിളിച്ചില്ലല്ലോ. ചെറിയമ്മ എന്താ ഈ പറയുന്നത്, ഇത്രയും കാലം ധർമ്മം കൊച്ചൻ ഈ വീട്ടിലാണ് കഴിഞ്ഞത്, ആര്യനും ആനന്ദേട്ടും ആകാശനും കൊച്ചനും എല്ലാം ഒരേ മനസ്സായി ഈ വീട്ടിൽ കഴിഞ്ഞവരാ, അവരെ തമ്മിൽ പിരിക്കാൻ ആരും ശ്രമിക്കണ്ട എന്നിങ്ങനെ നമ്മുടെ മിത്ര പറയണം. അതെ അടിയടാ, എൻ്റെ ആര്യനെ നീ ഒന്ന് അടിയടാ. അപ്പോൾ എൻ്റെ ആലോക് അവിടെ നിന്ന് ചിരിച്ചിട്ട് പറയാണ് കേട്ടോ, അവിടെ വെച്ച് എൻ്റെ കയ്യിൽ നിന്ന് അടിയും വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഭാര്യയുടെ സപ്പോർട്ടും കൊണ്ട് വന്നേക്കാനോടാ, കഷ്ടം. ഇത്രയും പറയണത് നമ്മുടെ മിത്ര ഒരൊറ്റ അടി അങ്ങോട്ട് ആലോകിന് വെച്ച് കൊടുക്കാൻ കേട്ടോ. അയ്യോ എല്ലാവരും കൂടെ മിത്രേ. അപ്പം ആലോക് ചമ്മി നാറി നിൽക്കണം. ഇവന് നേരെ ഇനി ഒരിക്കൽ കൂടെ നീ കൈയൊങ്ങി ഇനി നീ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗോമതി പക്ഷേ അടി കൊണ്ട നാണത്തിൽ ചമ്മി നിൽക്കാൻ കേട്ടോ. പക്ഷേ മിത്രയെ പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ആര്യ നോക്കുകയാണ്. ആര്യ തൊട്ട് പോകരുത് തന്നെ, എൻ്റെ കയ്യിൽ നിന്ന് വിട്, എനിക്ക് പറയാനുള്ള മുഴുവനും പറയട്ടെ. എന്നിട്ട് ആലോകിൻ്റെ നേരെ നിന്നും കൊണ്ട് അങ്ങ് പറയാം, ഇനി എൻ്റെ ആര്യൻ്റെ നേരെ കൈവച്ചാൽ ഞാൻ നോക്കി നിൽക്കത്തില്ല, വാ ജയിലിൽ വെച്ച് നീ കാണിച്ചെല്ലാം അഭിനയമായിരുന്നു അല്ലേടാ എന്നിങ്ങനെ നമ്മുടെ മിത്ര വീണ്ടും ചോദിക്കാൻ കേട്ടോ. അതോടുകൂടി നമ്മൾ ആലോക് ചമ്മി നാറിപ്പോയി. അപ്പോഴേക്കും നമ്മുടെ ഇന്ദിരാമ്മ ഒന്ന് ചോദിക്കുന്നു, നിനക്ക് സന്തോഷമായടാ, രണ്ട് കുടുംബങ്ങൾ എങ്ങനെയെങ്കിലും ഒന്നാവുമെന്ന് ഞാൻ കരുതി, പക്ഷേ അത് ഇനി ഒരിക്കലും നടക്കാൻ പോകുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞാൽ കൊച്ചുമോണി നല്ല വഴക്ക് കൊടുത്തിട്ട് അച്ഛമ്മയും അങ്ങോട്ട് പോകണുണ്ടോ. രാജശ്രീക്കും ദേഷ്യം വരുന്നുണ്ട്. ഇവിടെ നീ എന്തായാലും ആര്യനെ തല്ലി, അപ്പോൾ ശരിക്കൊന്ന് പെരുമാറി കൂടായിരുന്നോടാന്ന് പറഞ്ഞുകൊണ്ട് മോൻ എരികേറ്റി കൊടുക്കുന്ന അമ്മ കേട്ടോ. അവസാനം ആലോകം എല്ലാവരും മുന്നിൽ വെച്ച് അടി കൊണ്ട നാണത്തിൽ ഒരൊറ്റ പോക്ക് അങ്ങോട്ട് പോവാണ് വീട്ടിലേക്കും. പക്ഷേ ആര്യനാണെങ്കിൽ വീട്ടിലേക്ക് മിത്രയെ പിടിച്ചുകൊണ്ട് വന്ന് നല്ല വഴക്ക് കൊടുക്കുന്നുണ്ട്. എന്തിനാ ആര്യ എന്നെ തടഞ്ഞത്, നീ എന്തിനാ ഇതിൻ്റെ ഇടയ്ക്ക് വന്ന് കയറിയെന്ന് ഞാൻ ആലോചിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് മിത്രയോട്. അതങ്ങനെ ആര്യനും അലോകും തമ്മിലുള്ള പ്രശ്നമാവും. ആര്യൻ എൻ്റെ ഭർത്താവാണ്, എൻ്റെ ഭർത്താവിൻ്റെ മേലെ ഒരുത്തം കൈവച്ചാൽ ഞാൻ ചോദിച്ചിരിക്കും. എൻ്റെ പൊന്നു മിത്ര, അവൻ എന്നെ തല്ലിയിട്ടൊന്നുമില്ല, അവൻ എന്നെ പിടിച്ചൊന്ന് തള്ളി, അത്രയേ ഉള്ളൂ. അല്ലാതെ താൻ കരുതുന്നില്ല അവിടെ അടിയും വഴക്കും ഒന്നും നടന്നിട്ടില്ലെന്നേ ആണോ? എന്നാൽ ഞാനൊരു കാര്യം കാണിച്ചു തരാം, ഇത് കണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് അത് അങ്ങോട്ട് കാണിച്ചു കൊടുക്കാം കേട്ടോ. നല്ലൊരു ഇടി നമ്മുടെ ആലോക് കൊടുത്തല്ലോ ആര്യനും. അങ്ങനെയാണല്ലോ ആര്യം മറിഞ്ഞു വീഴുന്നത്. അത് കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു സങ്കടം ആവണുണ്ട് കേട്ടോ. അപ്പം ഉടനെ തന്നെ ഇത് ആരാ അയച്ചതെന്ന് നമ്മുടെ ഗോമതി ചോദിക്കുന്നുണ്ട്. ഇത് സുകന്യേച്ചി അയച്ചതാണെന്ന്. ഓ, അപ്പോൾ അവരാണ് ഈ കുഴപ്പം മൊത്തം ഉണ്ടാക്കിയതല്ലേ? അല്ല, അവരയച്ചതുകൊണ്ടാണല്ലോ ഇനിയിപ്പം ഞങ്ങളൊക്കെ അറിഞ്ഞത്, ഇല്ലെങ്കിൽ ആരും ഇവിടെ വന്ന് പറയും. അപ്പോൾ ഗോമതി ചോദിക്കുന്നുണ്ട്, എടാ അവൻ നിന്നെ പിടിച്ച് തള്ളിയപ്പോഴേ നീ നല്ല കൊടുക്കാത്തെന്താ, അവനിന്ന് കിട്ടിയതും കൊണ്ട് വന്നേക്കുന്നു. അതാണ് അപ്പച്ചി ഞാനും ആലോചിക്കുന്നത്. സാധാരണ ആര്യൻ ഇങ്ങനെയൊന്നും അല്ലല്ലോ, ഒന്ന് പറയാൻ രണ്ടാമത്തിന് ചാടി ഇറങ്ങുന്ന ആളല്ലേ, പിന്നെ ഇത് എന്നാ പറ്റിയത് എന്ന് എന്താ നിന്റെ ഇന്ന് നിന്റെ രക്തമൊക്കെ തിളച്ചില്ലേ, അവരെ അടിയും വാങ്ങിക്കൊണ്ട് വന്നേക്കുന്നു. അയ്യോ, ആദ്യം നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് അടങ്ങ്, ഞാൻ പറയാനുള്ള പറയട്ടെ. ദേ മിത്രേ, ഞാൻ ഇപ്പോഴും പറയുന്നു, താൻ ഇതിൻ്റെ ഇടയ്ക്ക് കയറി വഴക്കുണ്ടാക്കേണ്ട യാതൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അവൻ്റെ വെച്ച് ഞാനും അവനും തമ്മിലൊരു പ്രശ്നം, അത് അവിടെ വെച്ചങ്ങ് തീർന്നു. അപ്പോൾ ഗോമതിക്ക് ദേഷ്യം വരും കേട്ടോ. എടാ, ഇതിലെ മിത്രയുടെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല. ഭർത്താവിൻ്റെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടി ഭാര്യ ഏതറ്റം വരെയും പോവും. എടാ, ഇവൾക്ക് നിന്നോട് അത്രയും സ്നേഹമുള്ളതുകൊണ്ടല്ലേ ഇവൾ അങ്ങനെയൊക്കെ ചെയ്തത്, അതിനാണോ നീ ഇവളെ കുറ്റം പറയുന്നത്? ഓഹ്, എന്തൊക്കെയായി കേൾക്കുന്നത്, ഓഹ് എനിക്ക് വയ്യ എന്ന് പറഞ്ഞോണ്ട് ആര്യൻ, എന്താടാ നീ എന്തിനാ അവിടെ പോയത്? ധർമ്മൻ്റെ കടയിൽ പോയെന്തിനാ? മാമ പുതിയൊരു കട തുടങ്ങിയല്ലേ, നമ്മുടെ സന്തോഷം അറിയാൻ വേണ്ടേ, അതുകൊണ്ടാണ് ഞാൻ അവിടെ പോയത്. അവിടെ പോയി കടയിൽ നിന്ന് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് വാങ്ങിച്ചു. പൈസ വാങ്ങാൻ തയ്യാറായില്ല, പക്ഷേ പൈസ ഞാൻ നിർബന്ധിച്ച് കൊടുത്തു. ഓ, കട തുടങ്ങിയാൽ നിനക്ക് ഭയങ്കര സന്തോഷമാണ് അല്ലേടാ? അമ്മേ, മാമൻ സ്വന്തമായിട്ട് ഒരു കട തുടങ്ങി സ്വന്തം കാലിൽ നിൽക്കുന്നതല്ല, അമ്മയ്ക്ക് എന്താ ഇത്ര ബുദ്ധിമുട്ട്? സ്വന്തമായിട്ടൊരു വരുമാന മാർഗം കണ്ടെത്തിയില്ലേ? നിനക്ക് നാണമല്ലേടാ ഇതൊക്കെ പറയാനായിട്ട്? അവൻ നമ്മുടെ കൂടെ നിന്ന് നമ്മളെ ചതിച്ചില്ലേ? നമ്മളോടുള്ള വാശിക്ക് ബാലേട്ടൻ്റെ കടയുടെ തൊട്ടടുത്ത് കടയും തുടങ്ങി. അങ്ങനെയുള്ളവൻ്റെ കടയിൽ പോയി ബിസ്ക്കറ്റ് വാങ്ങി വന്നേക്കുന്നു. നീ അവൻ്റെ മുഖത്ത് നോക്കി നല്ല വർത്തമാനം പറഞ്ഞിട്ട് വരണമായിരുന്നു, എന്നാലേ എനിക്ക് സമാധാനം കിട്ടുകയുള്ളായിരുന്നു എന്ന് ഗോമതി. നിനക്ക് വേറെ പണിയൊന്നും ഇല്ലായിരുന്നു, അവന് ആശംസ പറയാൻ വേണ്ടി കടയിലേക്ക് ചെന്ന് കയറിക്കുന്നു, അതുകൊണ്ടാണ് നിനക്കിപ്പോൾ കിട്ടിയത്. നിനക്ക് സമാധാനമായില്ല അല്ലേ? അമ്മ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കാനുണ്ടമ്മേ. ഈ കട മാമ ഒരിക്കലും സ്വന്തം ഇഷ്ടപ്രകാരം തുടങ്ങിയതായിരിക്കില്ല. ഇത് മിത്രയുടെ അച്ഛനും ചെറിയച്ഛനും കൂടെ ഒപ്പിച്ച പണിയായിരിക്കും. മാമൻ അതിനകത്ത് പെട്ടുപോയതായിരിക്കും. അല്ലാതെ ഒന്നും വരാൻ വഴിയില്ല. വേറെ ആർക്കും മനസ്സിലായില്ലെങ്കിലും മാവൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും അമ്മേ. പിന്നെ അവൻ്റെ അവസ്ഥ നിയമത്തിലല്ലേ മനസ്സിലാവുള്ളൂ. ഇപ്പം അമ്മ പറഞ്ഞില്ലേ മാമൻ നമ്മൾ ചതിച്ചു, അത് ചെയ്തു, ഇത് ചെയ്തെന്ന്. മാമനോട് നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ ന്യായമായിട്ടുള്ള കാര്യമാണോ? അമ്മ എപ്പോഴും പറയുമല്ലോ, കൃഷ്ണമംഗലത്ത് നിന്ന് അമ്മയുടെ കൈയും പിടിച്ചാണ് മാമൻ ഇവിടെ വന്നതെന്ന്. അങ്ങനെയുള്ള മാമനോട് അമ്മയും അച്ഛനും കൂടെ ചെയ്തത് ശരിയാണെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എന്ന് വീണ്ടും ആരും ചോദിക്കുക. അതോടെ ഗോമതിയുടെ വാ അടഞ്ഞു. അപ്പം അമ്മേ, വേറെ 25,000 കാണാതെ ഇപ്പോൾ എല്ലാവരും കൂടെ മാമനെ അങ്ങ് സംശയിച്ചില്ലേ? ഞാൻ അവനെ സംശയിച്ചൊന്നുമില്ല അമ്മയെ സംശയിച്ചില്ലെന്ന് ഇപ്പം പറയാം. അന്ന് പക്ഷേ അമ്മയ്ക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു, അത് ഉറപ്പാണ്. ഇല്ലായിരുന്നെങ്കിലേ സുകന്യേച്ചിക്ക് സമാനമായി വാച്ച് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് 25,000 രൂപ എവിടെ നിന്ന് കിട്ടിയെന്ന് അച്ഛൻ ചോദിച്ചപ്പോൾ അമ്മ എന്തിനാ മിണ്ടാതെ നിന്നതാന്ന്? സംശയമില്ലായിരുന്നെങ്കിൽ അങ്ങനെ മിണ്ടാതെ നിൽക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് വീണ്ടും ആരും ചോദിക്കണം.
അവനെ എവിടെന്നെങ്കിലും പണം കിട്ടിക്കോട്ടെ, ഈ പണം അവൻ എടുത്തിട്ടില്ല, അതെനിക്ക് ഉറപ്പാണ് എന്ന് അമ്മ എന്തുകൊണ്ടാണ് പറയാത്തത്? അപ്പോൾ അമ്മയ്ക്ക് മാമന് സംശയം ഉണ്ടായിരുന്നില്ലേ? എടാ, അതിന് പ്രതികാരമൊക്കെ അല്ലേ ഇപ്പോൾ അവൻ തീർത്തുകൊണ്ടിരിക്കുന്നത്? അമ്മേ, ഇതിലൊരു പ്രതികാരവും ഇല്ല. മാമൻ ആരോടും പ്രതികാരമൊന്നുമില്ല. മാമനൊരു പാവമാണ്. മാമനെ അന്നും ആർക്കും മനസ്സിലായിട്ടില്ല, ഇന്നും മനസ്സിലായിട്ടില്ല, അത്രയേ ഉള്ളൂ എന്ന് ആര്യം പറയാം. പിന്നെ അമ്മ നേരത്തെ ചോദിച്ചില്ലേ, എന്തെങ്കിലും കേട്ടാൽ തന്നെ രക്തം തിളച്ച് ചാടി ഇറങ്ങുന്ന നിനക്കിത് എന്താ പറ്റിയെന്നുള്ളത്? അലോകിനെ പിടിച്ച് തല്ലി, അതൊക്കെ ശരിയാണ്. ഞാൻ തിരിച്ച് അവനൊന്നും ചെയ്തിട്ടുമില്ല, അതൊക്കെ ശരി തന്നെയാണ്. അതൊക്കെ കാര്യം എന്തെന്നറിയാമോ? അതിൻ്റെയൊക്കെ കാരണം എൻ്റെ മാമന് നല്ലൊരു ജീവൻ തുടങ്ങിയതാണ്. അവിടെ വെച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് മാമന് ബുദ്ധിമുട്ടുണ്ടാവും. ആ മനുഷ്യൻ്റെ നല്ലൊരു ദിവസം ഞാനായിട്ട് നശിപ്പിക്കണ്ട, അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അടങ്ങി നിന്നത്. മനസ്സിലായോ അമ്മയ്ക്ക്? എന്നിങ്ങനെ ആര്യം പറഞ്ഞു തീർക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡ്. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്